ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഇറ്റാനഗറാണ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ സർവീസ് ആരംഭിച്ച നഗരം കൊൽക്കത്ത. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് എന്താണ്? അഥവാ ലോഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡാണ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്. പെൻസിലിൻ കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? Aedes aegypti കൊതുകാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. കുമാരനാശാന്റെ കരുണ എന്ന കാവ്യം രചിക്കപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ്? ആലുവയിൽ വെച്ചിട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ സമുദ്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിഴിഞ്ഞം, തിരുവനന്തപുരത്താണ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? ജില്ല കണ്ണൂരാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? അത് തൂതപ്പുഴയാണ്. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണ്? ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് വകുപ്പിനെയാണ്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്.